പണം 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 പണം. ഒരു പണം കൊണ്ട് എന്താ പറയുക മൂടുക. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് ആ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് ആ നിമിഷം ആരംഭിച്ചു പിണറായിയുടെ അവസാനത്തിൻ്റെ ആരംഭം. പിണറായിസത്തെ ഈ രീതിയിൽ ഷേപ്പ് ഔട്ട് ചെയ്തത് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന മുഹമ്മദ് റിയാസുമാണ്. മകളെ പേരിൽ നിരവധിയായ കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസികൾ. അതൊരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ മകളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളണം. ആദ്യത്തെ ഡിമാൻഡ് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്തു ഈ അജിത് കുമാർ. അതല്ലേ പി വി അൻവർ ആവർത്തിച്ച് പറയുന്നത്? എന്താണ് ഈ അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അജിത് കുമാർ ഒന്ന് പുറത്തു വന്നോട്ടെ. അദ്ദേഹം ചിലരോട് അടിച്ച ഡയലോഗ് എനിക്കറിയാം. എന്നെ തൊട്ട് നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആ റാങ്ക് ആൻഡ് ഫയലിലുള്ള ചില ഓഫീസർമാരോട് പറഞ്ഞത് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകണില്ല പിണറായി, ഒന്ന് തൊട്ട് നോക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. മനസ്സിലായോ? അപ്പം ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇതന്നെ വിഷയം. ഇല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. CPM വോട്ട് പിണറായിസം തകർന്നടിയും, ഒരു തർക്കമില്ല. പിണറായിസത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തിൽ CPMൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതേപോലെ UDF നിന്നും വോട്ട് വരുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷ വോട്ട് പിടിക്കാൻ പോകുന്നത് CPMൽ നിന്നാണ്, LDFൽ നിന്നാണ്. അവിടെ ജനങ്ങളാണ് വോട്ട് ചെയ്തത്, അതിലെല്ലാവരും പെടും. അല്ല, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായിസം തോൽക്കണം. അവിടെ രണ്ട് പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പം ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ? അത് തന്നെയായാലും നിലപാട്. എങ്ങനെ? ഇല്ലല്ല, അതൊക്കെ പേഴ്സണൽ കോണ്ടാക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പബ്ലിക്കായി പറയണ്ടല്ല. അപ്പോൾ ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് അതൊക്കെ ജനങ്ങളുടെ ഭാഗമാണ്. ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവർ നൽകിയ സ്നേഹത്തിനും പിന്തുണക്കും പ്രാർത്ഥനക്കും അവർ നൽകിയ വോട്ടിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പത്രപ്രവർത്തകരായ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട്. നിങ്ങളും ഒരുപാട് പ്രതിസന്ധി, രാവിലെ ഉറക്കൊഴിച്ചും രാത്രി എന്താ പറയുക വൈകി കിടന്നിട്ടും 5 മണിക്കും 6 മണിക്കും വന്ന് എന്നെ കാണാനും അതിൽ ഒരുപാട് ആളുകൾ സത്യസന്ധമായി ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്താനൊക്കെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരോടും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.